പ്രവൃത്തി പഠനത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രവൃത്തി പഠനത്തിന്റെ 5ാമത്തെ മേഖലയായ വിനോദം എന്ന മേഖലയെ അടിസ്ഥാനമാക്കി ഉള്ള പൂ നിർമ്മാണമാണ് ഇവിടെ ചെയ്യുന്നത്. ഈ പൂ നിർമ്മിക്കാൻ കളർ A4 ഷീറ്റാണ് നമുക്ക് ആവശ്യം. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. കളർ A4 ഷീറ്റ്, 8 സെന്റിമീറ്റർ സമചതുരത്തിലുള്ള 2 പേപ്പർ, പിന്നെ 1.5 × 18 സെന്റിമീറ്റർ വലിപ്പത്തിലുള്ള പേപ്പർ, 14.5 × 5.5 സെന്റിമീറ്റർ വലിപ്പത്തിലുള്ളത്, പിന്നെ ഒരു A4 ഷീറ്റിന്റെ പകുതി 8 സെന്റിമീറ്റർ സമചതുരത്തിലുള്ള പേപ്പർ എടുത്ത് ഇങ്ങനെ മടക്കുക. ശേഷം പകുതിയാക്കി മടക്കുക. വീണ്ടും അതിനെ പകുതിയാക്കി മടക്കുക. അതിനുശേഷം ഈ അരുത്തുനിന്ന് നമ്മൾ പൂവിൻ്റെ ഷേപ്പിൽ ഇതിനൊരു ഷേപ്പിൽ വെട്ടിയെടുക്കുക. ഇതിനെ നിവർത്തുക. നിവർത്തിയെടുക്കുമ്പോൾ ഈ പുറത്തേക്ക് മടങ്ങിയിരിക്കുന്ന ഭാഗമാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ ഇതായിട്ട് വരുന്ന ഭാഗം നമ്മൾ മുറിച്ച് നീക്കുക. ഇനി നമ്മൾ ഇതുപോലെ തന്നെ അടുത്ത പേപ്പർ എടുത്ത് വെട്ടുക. മടക്കണമെന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ഇങ്ങനെ മടക്കിയതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി മടക്കി ഒരു പ്രാവശ്യം കൂടി അതിനെ പകുതിയാക്കി മടക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് നമ്മൾ വെട്ടാൻ തുടങ്ങുക. നേരത്തെ വെട്ടി പോലെ തന്നെ ഇതുപോലെ വെട്ടിയെടുക്കുക. ഇത് നിവർത്തി നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഈ മടങ്ങിയിരിക്കുന്ന ഭാഗം ഇങ്ങനെ പുറത്തേക്ക് ഇതായിട്ടിരിക്കുന്ന ഭാഗം നമ്മൾ വെട്ടിക്കളയുക. വെട്ടുമ്പോൾ ഇവിടെ കുറച്ച് ഭാഗം വെട്ടിക്കളയുക. അതിനുശേഷം ഇവിടെയും കൂടി വെട്ടുക. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് നോക്കാം. ഇനി കത്രിക നമ്മളിങ്ങനെ തുറന്ന് വെച്ച് ഇതൊന്ന് പതുക്കെ ഒരു ഭാഗം ഈ 2 സൈഡിലേക്കായിട്ട് നമ്മളിങ്ങനെ ഒന്ന് പതുക്കെ മടക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഇത് നമ്മളിവിടെ പശ തേച്ച് ഒട്ടിച്ചു. ഇതുപോലെ തന്നെ ഇതും ഒട്ടിക്കുക. ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് പശ തേച്ച് നമ്മൾ ഇതിൻ്റെ ഗ്യാപ്പുകളിലേക്ക് വരത്തക്ക വിധത്തിൽ ഇത് ഇറക്കി വയ്ക്കാം.
ഇതിങ്ങനെ അമർത്തി നന്നായി വയ്ക്കുക. അതിനുശേഷം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു 1.5 x 18 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള പേപ്പർ എടുത്ത് നമ്മളിത് ഇങ്ങനെ മടക്കുക. മടക്കൂടി മടക്കുക. ഇനി നമ്മളതിനെ ചെറുതായി കട്ട് ചെയ്യുക. വീതി കുറച്ച് കട്ട് ചെയ്യണം, എന്നാലേ പൂവിൻ്റെ ഉള്ളിൽ പൂമ്പൊടിക്ക് വെക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ നന്നായി കനം കുറച്ച് കട്ട് ചെയ്യുക. അതിനുശേഷം നിവർത്തി കുറച്ച് പശ ഇവിടെ തേച്ച് നമുക്ക് ചുറ്റാം. നമ്മൾ ചുരുട്ടിയെടുക്കുക. എപ്പോഴും ഈ ഭാഗം ഇങ്ങനെ ഒരുമിച്ച് ഒരേപോലെ വരണം. ശ്രദ്ധിച്ചിട്ട് വേണം ചുറ്റാനായിട്ട്. അറ്റം വരുമ്പോൾ പശ തേച്ച് അവസാനിപ്പിക്കുക. ഇനി ഇതിൻ്റെ അടിയിൽ നമ്മൾ പശ തേച്ച് സെൻറ്ററിലേക്ക് നമ്മളിങ്ങനെ അമർത്തി കൊടുക്കുക. അമർത്തി കൊടുക്കുമ്പോൾ ഇതൊന്ന് പതുക്കെ വിടർത്തി കൊടുക്കണം. ഇനി നമ്മൾ ഇതിനുള്ള തണ്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. പകുതി A4 ഷീറ്റിൻ്റെ പീസ് എടുക്കുക. അതിനുശേഷം ഈ മൂലഭാഗത്ത് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക. പേപ്പർ റോൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ പേപ്പർ റോൾ തന്നെ വെച്ച് അങ്ങനെ പശ തേച്ച് ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ മുകൾഭാഗത്ത് കുറച്ച് കട്ട് ചെയ്യുക. അതിന് ശേഷം ഇതിനെ 3 ഭാഗമാക്കുക. ഭാഗം വെട്ടിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ നിവർത്തി വയ്ക്കുക. അതിന് ശേഷം ഇവിടെ പശ തേക്കുക. ഇങ്ങനെ ഒട്ടിക്കുക. ഇനി നമുക്ക് ഇതിന് ഇല ചെയ്യാം. ഇല ചെയ്യാനായിട്ട് പതിനഞ്ച് 5.5 അതായത് നമ്മൾ ഒരു A4 ഷീറ്റിൻ്റെ 8-1 എടുത്തു 14.5 ഇൻറ്റു 5.5 ആണ് ഇതിൻ്റെ വലിപ്പം. ആദ്യം ഇവിടെ കുറച്ച് ഇങ്ങനെ വെട്ടിയിട്ട് അതിന് ശേഷം ഇവിടെ റൗണ്ട് ചെയ്ത് നേരെ
ശേഷം നമ്മൾ പശ തേച്ച് ഇതുപോലെ നമ്മൾ പൂക്കൾ പൂവ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് ഇതുപോലെ പൂക്കളെല്ലാം കൂടി ചെയ്ത് ഭംഗിയാക്കി വെക്കാൻ നിങ്ങളുടെ വീട് അലങ്കരിക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഈ പൂക്കൾ എല്ലാവരും ചെയ്തു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ നിർമ്മാണം എളുപ്പത്തിലുള്ളതാണ്, ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ 100 പേജിൻ്റെ പുസ്തകത്തിൽ വർക്ക് ഡയറി എഴുതി വയ്ക്കാനായിട്ട് ആരും മറക്കരുത്. പുസ്തകത്തിൽ ഇതെങ്ങനെയാണ് ഈ പൂവ് നിർമ്മിച്ചത് എന്ന് വിശദമായി എഴുതുക. അപ്പം എല്ലാവരും ഇത് ചെയ്ത് ഇതിൻ്റെ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് വാട്സപ്പ് ചെയ്തു തരാം. താങ്ക് യു.